പാകിസ്ഥാന്റെ നടുവൊടിക്കാൻ വീണ്ടും നമ്മുടെ രാജ്യം രംഗത്തിറങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കി, പോരാത്തതിന് പാകിസ്ഥാനിലേക്കുള്ള സകല ഇറക്കുമതികളും റദ്ദ് ചെയ്തു. ഇങ്ങോട്ടേക്ക് പാകിസ്ഥാൻ അയക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞു. പോരാത്തതിന് അതിർത്തികളെല്ലാം തന്നെ അടച്ചു. പാകിസ്ഥാൻ പൗരന്മാരെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല പല കാര്യങ്ങളിൽ പാകിസ്ഥാനെ ഇന്ത്യ പ്രതിരോധത്തിലാക്കി. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ജാമറുകൾ സ്ഥാപിച്ചു. പോരാത്തതിന് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമപാത അടച്ചു. അങ്ങനെ സമ്പൂർണ്ണമായി പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇന്ത്യ തുടച്ചു നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഇല്ല എന്ന രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ പ്രതികരിക്കുന്നത്. കാരണം നയതന്ത്ര തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു തലത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു രാജ്യത്തോടും ഇന്ത്യ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പാകിസ്ഥാനോട് ഒരു മുട്ടുസൂചി പോലും അവിടെ നിന്ന് മേടിക്കുന്നില്ല. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സർക്കാർ മറ്റൊരു വലിയ നടപടി കൂടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് സംബന്ധിച്ച് വാണിജ്യ മന്ത്രാലയമാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ള പരോക്ഷ ഇറക്കുമതി ഇന്ത്യ ഉടനടി പ്രാബല്യത്തിൽ നിരോധിച്ചതായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 2023 വിദേശ വ്യാപാര നയത്തിൽ FTP ഇത് സംബന്ധിച്ചൊരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു. അതിനാൽ ഉടനടി പ്രാബല്യത്തിൽ പാകിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്നതോ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതോ ആയ വസ്തുക്കളുടെ നേരിട്ടുള്ള അല്ലെങ്കിൽ പരോക്ഷ ഇറക്കുമതി അല്ലെങ്കിൽ ഗതാഗതം ഇനിയൊരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ നിരോധിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താൽപര്യാർത്ഥമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് DGFT ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഒരു വിജ്ഞാപനത്തിൽ പറഞ്ഞു. ഈ നിരോധനത്തിൽ നിന്നുള്ള ഏതൊരു ഒഴിവാക്കലിനും ഇന്ത്യ സർക്കാരിന്റെ അംഗീകാരവും ആവശ്യമാണ്. വിദേശ വ്യാപാര നയത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി നിരോധനം എന്ന തലക്കെട്ടോടെയാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.